പിന്നെ ഒരു കാര്യം ആരോടും പറയണ്ടത് കേട്ടോ. അത് ശരിയാ, ആരോടും പറയാൻ പാടില്ല എന്നാ പറയുന്നത്. നമ്മൾ 4 പേരും പിന്നെ നിങ്ങൾ മാത്രമേ അറിഞ്ഞുള്ളൂ. അതെ, എൻ്റെ പുതിയ ക്യാമറമാൻ. നമുക്ക് പിന്നെ ഒരു മാസം 50,000 കൊടുക്കാം അല്ലേ? പിയാപ്പിള പെണ്ണേട്ടാ നിൽക്കുകയാണ് ഇവിടെ യുദ്ധം. അടുത്ത മാസം പെണ്ണ് കേട്ടവനാ. ഇതിൽ പോയപ്പോഴേ ഒരുത്തൻ പറയണേ, അയ്യോ ഇവിടെയെങ്ങും വീഴല്ലേ. പിന്നെ ഞങ്ങൾ 4 പേരും ഉണ്ട് കേട്ടോ. ഓ രാവിലെ മിസൈൽ അടിച്ചു പൊട്ടിച്ചതാ. എടാ അതെവിടെ ആ സൈഡ് അല്ലാ പോയി. ഒരു ഇത്ര ഏലക്ക. അയ്യോ ഇത് ലോക്കായില്ലല്ലേ. ഓ മൈ ഗാഡ്. ഓ ഇവന്റെ ഒരു മണം കണ്ടോ? നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഈ മണം? ആയ് എൻ്റെ കയ്യിലെ മാവ് കണ്ടിട്ട് പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയിലെ, ആ കയ്യും കൂടി ഇട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കും. പഴംപൊരിക്ക് ഫാൻസ് ഉണ്ട്. പഴംപൊരി യുദ്ധം പരിപാടിയൊക്കെ നിർത്തിയെന്നാണ് ഈ ജീവൻ വെച്ചെന്ന് തോന്നുന്നു. അതുവഴി ഇറങ്ങി ഓടിക്കളഞ്ഞു. മധുരം കുറവാണ്. ഹായ് ഗൈസ് പറ. ഹായ് ഗായ്സ്. അജി അതെന്തൊരു സാധനം എനിക്കറിയില്ല, മറ്റണ്ണനെ തന്നെ അങ്ങ് പോയി കേട്ടോ. ഇങ്ങോട്ട് വിളിക്കാവനെ. വാടാ മതി മറ്റണ്ണ നോക്കിയത്. അവിടെ നീ എപ്പോഴും എന്നെ വേണം നോക്കാൻ കേട്ടാ. ഇത് മൊത്തം വേണ്ടല്ലോ, പാതി മതിയല്ലേ. ഇത് കുറച്ചല്ലേ ഉള്ളൂ. സംഭവം ഇന്ന് തുടക്കം തൊട്ട് പഴംപൊരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അതും കൂടി ഇടാം. ഇജ്ജ് കറക്റ്റായിട്ട് ഇതൊക്കെ ഒന്ന് എടുക്കുമോ? നമ്മളെ ആരും ഫോളോ ചെയ്യണ്ട. ഇജ്ജ് കറക്റ്റായിട്ട് ക്യാമറ തിരിക്കണം. ഇങ്ങനെ ഇനി ഇങ്ങനെ ഞങ്ങൾ ഇത് എല്ലാം കൂടി എടുക്കണം. ഓക്കെ. അപ്പം അങ്ങനെ നമ്മൾ മൈദ ഓക്കെ. അപ്പോൾ നമ്മൾ മൈദ ഇട്ടു. അതിനുശേഷം കുറച്ച് മറ്റേ പുട്ടിൻ്റെ പൊടി ഉണ്ടല്ലോ, അതൊരു പൊടിക്ക് ഇട്ട് കേട്ടോ. നമ്മളത് ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതെങ്ങനെയാണ് പഠിച്ചതെന്നറിയാം? ഇത് യൂട്യൂബിൽ നിന്നാണ് പഠിച്ചത് ഞാൻ. ഇനി ഇതിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് സാധനങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഭയങ്കര സംഭവമാണ് കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾക്കൊന്നും ഇത്തരം പഴംപൊരി ഉണ്ടാക്കാൻ അറിയാൻ സാധ്യതയില്ല. ഉണ്ടോ? മഞ്ഞപ്പൊടി ഇടുക, ഇതാ ഇത്ര ഒരു സ്പൂൺ. പിന്നെ ഇടേണ്ടത്, പരാതി പറയും കേട്ടോ. എൻ്റെ കയ്യിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാലേ നിങ്ങൾ പരാതി പറയുന്നതുകൊണ്ട് ഞാനെല്ലാം തുടയ്ക്കും. ഓക്കെ. അടുത്തത് കുറച്ച് പഞ്ചസാര ഇടണം കേട്ടോ. നമുക്കൊരു മിനി മധുരം കിട്ടണമെങ്കിലേ ഇത്ര ഒരു കോപ്പ പഞ്ചസാര. ഇതിപ്പോൾ എത്ര ഉണ്ട്? ഇച്ചിരിയും കൂടി ഇടണം. അതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പ്. ഇതൊക്കെ ഒരു അളവാണ് കേട്ടോ. എൻ്റെ ഒരു അളവാണിത്. നിങ്ങളിത് ഏത് അളവിലെടുക്കണമെന്നൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. ഇതാണ് എൻ്റെ അളവ് കേട്ടോ. അപ്പോൾ ഇതിന് ഒരു ഉപ്പിടും. അതിന് ശേഷം എന്തൊരു മറന്നല്ലേ. അല്ലാ പോയി. ഇനി നമ്മൾ കുറച്ച് ഏലക്ക കണ്ടോ, ഒരു ഇത്ര ഏലക്ക. നെക്സ്റ്റ് കുറച്ച് ജീരകം കണ്ടോ, സെറ്റ്. ഇനി എന്ത് ചെയ്യണം? വെള്ളം ആഡ് ചെയ്യണം. കഴിഞ്ഞ തവണ നമ്മൾ ചായ ഇട്ടത് ഇങ്ങനെ ഇടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതങ്ങനെ ചായ ഇട്ട് നോക്കിയിട്ട് അഭിപ്രായം പറയണമെന്ന്. പക്ഷെ ചായ പിന്നെ ഞാൻ ഇടേണ്ടി വന്നില്ല, വേറെ ആരൊക്കെ ഇട്ടു. അതുകൊണ്ട് ഇട്ട് നോക്കാൻ പറ്റിയില്ല. ഇട്ട് നോക്കിയിട്ട് അടുത്ത എപ്പോഴാണ് സമയം വെച്ചാൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അഭിപ്രായം. അപ്പോൾ നമ്മളൊരു 2 ഗ്ലാസ് വെള്ളം ഇതിലോട്ട് അങ്ങോട്ട് ആഡ് ചെയ്യും. ഇത് നമ്മളെ കേട്ടോ, നമ്മൾ ഈ ബാച്ചിലേഴ്സ് എന്നല്ല പറയണത്, ആണുങ്ങൾ താമസിക്കുന്നിടത്ത് നമ്മളുണ്ടാക്കുന്ന ഒരു സെറ്റപ്പാണിത്. ചിലപ്പോൾ ലേഡീസ് ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് ഉണ്ടാക്കുമായിരിക്കാം. നമ്മൾ കുറ്റം പറയരുത് കേട്ടോ. ഇത് ഇത്രയും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾ ആ മിക്സിക്കകത്തോട്ട് അങ്ങോട്ട് വെക്കുന്നു. അറഞ്ചം അങ്ങോട്ട് കറക്കുന്നു. അയ്യോ ഇത് ലോക്കായില്ലല്ലേ. ഇനിയിപ്പോൾ നല്ലൊരു ശബ്ദം കേൾക്കാം. തെറ്റല്ല. ഇത്ര ഒന്ന് കറങ്ങിയിട്ടേ നമ്മളിത് തുറന്നു നോക്കണം. ഇവിടെ വാ, അകത്തോട്ട് കാണിക്കാം. ഇതിനകത്ത് എന്താ പരുവം? ഓ മൈ ഗാഡ്. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കേണ്ടി വരും. ഇത് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ എടുത്താൽ മതി കേട്ടോ. ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ പഴത്തിൽ അതങ്ങോട്ട് ഒട്ടത്തില്ല. മതി. എന്നിട്ട് അടച്ച് വീണ്ടും ഒരു കറക്കം. അയ്യവാ, ഇപ്പം സെറ്റായിരിക്കും. സെറ്റ് തന്നെ കേട്ടോ. ഇവനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമുക്ക് കാണിക്കാം. ഇത് ഞാൻ ഇങ്ങനെ എൻ്റെ കൈ വെച്ച് ഇതിങ്ങടെ ഇളക്കും. ഇളക്കി അങ്ങോട്ട് ഇട്ടിട്ട് ഒരു കറക്കൂടെ അങ്ങ് കറക്കും ഞാൻ കേട്ടോ. ഇവൻ്റെ ഒരു മണം കണ്ടോ? നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഈ മണം? ഇങ്ങനെ എടുത്ത്
മതി. എന്നിട്ട് ഇതിനെ അങ്ങോട്ട് എടുക്കുക. എടുത്തിട്ട് നമ്മളൊരു കോപ്പയുണ്ട്, കോപ്പ ഇതിനകത്തേക്ക് നമ്മളിവനെ അങ്ങോട്ട് ഒഴിച്ച് വെക്കും. കണ്ടോ, നമ്മളെ കുടാ വീഴുന്ന വീഴക്കം കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പഴംപൊരിക്കുള്ള സെറ്റപ്പ് കേട്ടോ. ഇനി നമ്മൾ പഴം അരിയുന്നു, എണ്ണ തിളപ്പിക്കുന്നു, എന്നിട്ടെന്തോ ചെയ്യണ്ടേ, മാവിലേക്ക് പഴം മുക്കുന്നു, പറഞ്ചാം പഴംപൊരി ഇടുന്നു. എൻ്റെ കൈയൊക്കെ ഭയങ്കര വൃത്തിയുള്ള കൈയാണ്ട് കുഴപ്പമില്ല കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, മധുരം ഉണ്ടോ. ഓ കുറവാ. മതിയല്ലയോ, പഴത്തിനൊരല്പം മധുരം കാണുമല്ലോ. മതിയാവും. ഞാൻ കൈ കഴിക്കട്ടെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഡൗട്ടുണ്ട്, നമ്മൾ റെക്കോർഡ് ചെയ്തതൊക്കെ കിട്ടിയോന്ന്. കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയാണിത്. സംഗതി കഴിയും. നമുക്ക് ഇനി പഴം കട്ട് ചെയ്യാം. പഴം കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്ന് പഴത്തിൻ്റെ ക്വാണ്ടിറ്റി, അതായത് 3 ബനാനാസേ നമ്മുടെ കയ്യിലുള്ളൂ. സോ നമുക്ക് ചെറിയ പീസുകളാക്കാം. ഓക്കെ, റെഡി. പഴത്തിന് നമ്മളിങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റും. എൻ്റെ പൊന്നടവേ. എന്നിട്ട് ഓരോ ലെയർ കൂടെ അങ്ങ് കട്ട് ചെയ്യും കേട്ടോ. സംഭവം ഇച്ചിരി തിന്നായി പോകും, എന്നാലും ക്വാണ്ടിറ്റി വരും. എന്നിട്ട് ഇവനെ അങ്ങ് 2 പീസാക്കും. ഇവിടെ ഇട്ട് അങ്ങോട്ട് കട്ട് ചെയ്യാം. അടുത്ത് ഇതും ഇങ്ങോട്ട് എടുക്കുക. എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം. ഞാൻ നിങ്ങളുടെയൊക്കെ കമൻറ്റൊക്കെ വായിക്കാറുണ്ട് കേട്ടോ. എല്ലാവരുടെയും എല്ലാ കമൻറ്റും വായിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ റീസെൻ്റ്ലി 1-2 വീഡിയോസ് തൊട്ട് ഞാൻ എല്ലാ കമൻറ്റിനും റിപ്ലൈയും ചെയ്യാറുണ്ട്. ആൻഡ് ഒരുപാട് സ്നേഹമുണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുന്നതിലും. ഞങ്ങളുടെ എല്ലാവരുടെയും, എന്നെ അടക്കം എൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും തിരക്കാറുണ്ട്. ഒരുപാട് നന്ദി. പിന്നെ ഇന്നലെ നമ്മുടെ തലയ്ക്ക് മേലെ ഇത് പോയില്ലയോ, ഡ്രോൺ. ചായ കുടിച്ചോണ്ടിരുന്നപ്പോഴല്ലേ രാവിലെ. ഇന്ന് രാവിലെ ഞങ്ങളിവിടെ നിന്നപ്പോൾ ഒരു ഒച്ചയും ബഹളവും. പുറത്തിറങ്ങിപ്പോയി നോക്കുമ്പോൾ എന്തുവാ, 2 ഡ്രോൺ നമ്മുടെ തലയ്ക്ക് മേളിൽ കൂടെ 2 ഡ്രോണാണ് പോയത്. അത് നേരെ പോയി എയർപോർട്ടിലാണ്ടൊക്കെ വീണെന്ന് പറയുന്നു. എന്താല്ലേ. അപ്പോൾ ഇപ്പം നമുക്ക് വീഡിയോ എടുത്ത് തന്നുകൊണ്ടിരിക്കുന്ന ക്യാമറമാൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാമിൽ ഫ്രം കോഴിക്കോട് നിന്നും ഷാമിൽ ആണ് ക്യാമറമാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ പഴത്തിൻ്റെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയാണ് പരിപാടി. ഇനി നമ്മളിതെടുത്ത് ഇവിടെ കൊണ്ട് വെക്കുന്നു. അപ്പോൾ നമ്മുടെ അജയണ്ണ എണ്ണ തിളപ്പിച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ പാകമാക്കി കേട്ടോ. കണ്ടോ, അജയണ്ണ എണ്ണ സെറ്റാക്കി. വാവ്, അമേസിങ്. അടുത്തത് പഴം എടുത്ത് നമ്മൾ മുക്കുന്നു. കണ്ടോ, ഇങ്ങനെ നല്ലപോലെ മുക്കി അങ്ങോട്ട് എടുക്കണം. സാധാരണ എല്ലാവരും എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഇങ്ങനെ മുക്കിയിട്ടേ ഇങ്ങനെ നിന്ന് എടുത്താണ് ഇടുന്നതെന്ന് ഇങ്ങനെ അജയണ്ണ എന്നോട് പറഞ്ഞായിരുന്നു. ഞാനിങ്ങനെ മുക്കി വെച്ചിട്ടൊക്കെ മൊത്തം മാവോടും കൂടി എടുത്തങ്ങ് ഇടും കേട്ടോ. ഒരു മാവിൻ്റെ ഒരു കനം വരുമല്ലോ. പിന്നെ നമ്മുടെ ഈ ക്രിസ്പി ആയതുകൊണ്ടേ ചവയ്ക്കാൻ നല്ല രസമാണ്, കരിമുരാന്നിരിക്കും. ഒരു 5 പീസ് വെച്ചാൽ ഇടുന്നത് കേട്ടോ. കാര്യം നമ്മുടെ ഈ ചട്ടിക്കകത്ത് അതേ തികയും. അപ്പോൾ ഏതോ ഒരാൾ എന്നെ പറഞ്ഞായിരുന്നു, എൻ്റെ കയ്യിലെ മാവ് കണ്ടിട്ട് പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയിലെ കയ്യും കൂടി ഇട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തവണ ഓരോ വട്ടവും മുട്ടിട്ട് കൈ കഴുകുന്നുണ്ടേ. നമ്മൾ ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആണോ എന്നൊന്നും അങ്ങനെ അറിയത്തില്ല. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല രുചികരമായ പഴംപൊരി കിട്ടാറുള്ളത് കൊണ്ട് നമ്മളിത് തന്നെ ഫോളോ ചെയ്യുന്നു. ഇതിനകത്ത് എന്തെങ്കിലും കുറ്റം കുറവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത് നമ്മൾ പരിഹരിച്ചുകൊണ്ട് അടുത്ത തവണ ചെയ്യുമ്പോൾ ചെയ്യാം. പിന്നെ ഞാൻ ആ ചായയുടെ കാര്യം പറഞ്ഞതൊക്കെ കിട്ടിയായിരുന്നോ നമുക്ക് ഉറപ്പൊന്നുമില്ല റെക്കോർഡിങ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞേക്കട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചായ എങ്ങനെ ഇടണ്ടേന്നുള്ളത്. സംഭവം അടുത്ത തവണ ഇടുമ്പോൾ കാര്യം അതിനുശേഷം ഞാൻ ഇട്ടിട്ടില്ല. അതിനുശേഷം എന്താ ഇരിക്കുന്നത്, ഈ അജയണ്ണനാ ചായ ഇടുന്നത്. അല്ലെങ്കിൽ വേറെ ആരാ ഇട്ടിട്ടുള്ളത്, ബിന്നു ഇടുമെന്ന് തോന്നുന്നില്ലയോ. അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും ഇടുന്നതേ. നെക്സ്റ്റ് ടൈം ഞാൻ ഇടുമ്പോൾ എന്തായാലും അതൊരു ഷോർട്ട് വീഡിയോ എങ്കിലും എടുത്ത് ഞാൻ ഇട്ടിരിക്കും. അതേ കണക്ക് ചായ ഇട്ടിട്ട് കേട്ടോ. കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയും, കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്നും പറയുമേ. ഇങ്ങനെ എല്ലാം അങ്ങ് ചുട്ടെടുക്കും. അപ്പം എല്ലാം കൂടി ചുട്ടെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യ റൗണ്ട് പഴംപൊരി നമ്മളിങ്ങോട്ട് കോരുവാ കേട്ടോ. കണ്ടോ, വീണപ്പോൾ ഉള്ള ശബ്ദം കേട്ടോ നിങ്ങൾ, കരിമുരാന്നുള്ള ശബ്ദമാണ്. ഇതേ ശബ്ദം കടിക്കുമ്പോഴും കിട്ടും കേട്ടോ. ഇപ്പം കാണിച്ചു തരാം.
ഇനി വന്നേ. കണ്ടോ എന്തോ ഒരു കല്ല് വീഴുന്ന കണക്കില്ലേ? അപ്പോൾ അവിടെ ഇവിടെ എല്ലാം തട്ടി. ഇതിനകത്ത് പഴം കിടപ്പുണ്ടായിരുന്നു. കള്ള. അപ്പോൾ സെക്കൻഡ് റൗണ്ട് ഇടുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും പറ കേട്ടോ. വേറെ വിശേഷങ്ങൾ നമുക്ക് പറയാനായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ വേറെ എന്താ ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ വീഡിയോ എടുക്കേണ്ടതെന്നോ ഒന്നും വലിയ ഗ്രാഹ്യം ഒന്നുമില്ല. അതുകൊണ്ടാണ് പിന്നെ വിചാരിച്ചെന്നാൽ ഇന്ന് പഴംപൊരി ഉണ്ടാക്കുന്നത് അങ്ങ് എടുത്തേക്കാം എന്ന് വിചാരിച്ചു. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പറ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറ, നമ്മൾ മാറ്റി പിടിക്കാം. അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യുക? പഴംപൊരിക്ക് ഫാൻസ് ഉണ്ട്, അത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പഴംപൊരിക്ക് ഭയങ്കര ഫാൻസാണ് കേട്ടോ ഞങ്ങളിവിടെ. അപ്പോൾ അതുകൊണ്ട് ഇന്നലെയോ ഞാൻ നോക്കാം കേട്ടോ, എല്ലാവരും പഴംപൊരി എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പഴംപൊരി ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാലേ, നമുക്ക് നോമ്പ് കാലമാണ്. അപ്പോൾ നോമ്പ് പിടിച്ചിട്ട് നോമ്പ് മുറിക്കുന്നത് അല്ലേ, അങ്ങനെയല്ലേ രാവിലെ പറയണേ, നോമ്പ് മുറിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാനാണിത് കേട്ടോ ഈ പഴംപൊരി ഉണ്ടാക്കുന്നതേ. അവർ നോമ്പ് കുറിക്കും, പക്ഷേ പഴംപൊരി കൂടുതൽ തിന്നുന്ന ഞങ്ങളായിരിക്കും, നോമ്പില്ലാത്ത ഞങ്ങളായിരിക്കും. അവർക്ക് വരുന്ന ബിരിയാണി ഞാൻ തന്നെ തിന്നുന്ന, പഴംപൊരി ഞാൻ തന്നെ തിന്നും, എല്ലാം ഞാൻ കഴിക്കും കേട്ടോ. ഫുഡ് എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാണ്, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതുപോലുള്ള സ്വാദിഷ്ടമാർന്ന പഴംപൊരി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയുക. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നെങ്കിലും ഇതിലാരെങ്കിലുമൊക്കെ കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ചെയ്തും തരാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ചെയ്തു തരാം. നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയാം. ഇവിടെ അടുത്തുള്ള ആരൊക്കെയോ കമൻറ്റ് ഇട്ടിടാ, നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള ആളാണെന്നും പറഞ്ഞിട്ടൊക്കെ കമൻറ്റ് ഇട്ട്. പക്ഷെ എനിക്കറിയില്ലല്ലോ ആളെ, അവരെന്നാ എവിടെ എന്തോന്ന് വ്യക്തമാക്കുന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഇട്ടതേ ഉള്ളൂ. ഞാൻ ചോദിച്ചേ എവിടെ അടുത്തൊന്ന്, പക്ഷെ പിന്നെ ഒരു കമൻറ്റ് റിപ്ലൈ വന്നില്ല ആള്. പിന്നെ താഴത്തെ ഹോട്ടലിൽ ഞാൻ ഒരു ദിവസം ചായ കുടിക്കാൻ പോയപ്പം പുള്ളിയും ചോദിച്ചു. അപ്പോൾ രണ്ടാമത്തെ റൗണ്ടും എടുക്കുകയാണ്. സംഗതി പുളിയോ കേട്ടോ, ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് പറയുമല്ല. ഇത് ഞാൻ ഉണ്ടാക്കുന്നതായിട്ട് കൂട്ടണ്ട, ഇതൊരു യൂട്യൂബർ ചെയ്യുന്ന കണ്ട് അവർ ചെയ്യുന്ന ഇതുണ്ടാക്കുന്ന സെറ്റപ്പ് ഞാൻ അതിൽ നിന്ന് പഠിച്ചതാണ്. അതിൽ നിന്ന് നമ്മൾ എടുത്ത് ചെയ്തതാണ്. പക്ഷെ സംഭവം നല്ല രസമുണ്ട് കഴിക്കാൻ, അടിപൊളിയാണ്. ഇവിടെ ഫാൻസ് വരെയായി, പഴംപൊരി ഫാൻസ്. കണ്ടോ പഴംപൊരി ഫാൻസൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ വരും ഒരുത്തെ. ജലീലേ ഒന്ന് വന്നേ. ഇതാണ് ജലീൽ, പഴംപൊരി ഫാൻ. ഇന്നത്തെ പഴംപൊരി ഫാന് പഴംപൊരി വല്ലപ്പോഴും അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പം ജലീൽ ഫ്രം കോഴിക്കോട്. ഇതിൽ ആരും ഇൻട്രസ്റ്റഡ് അല്ല കേട്ടോ, ആരും മുഖം കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. എല്ലാവർക്കും ഒരു പ്രന്യാസമാണ് മുഖം കാണിക്കാൻ. ഞങ്ങളിവിടെ ഒരു 9, 10 നമ്മൾ എത്ര പേരുണ്ട് ഇവിടെ? 9 പേരല്ലേ മൊത്തം? 9 പേര്. 9 പേരാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരെയും തിരക്കി എന്നൊക്കെ പലരും കമൻ്റ് ഇടാറുണ്ട്. അപ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും അല്ലെങ്കിലും കുറച്ച് പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടത്. നമ്മളത് എല്ലാവരോടും പറഞ്ഞേക്കാം. അപ്പം ഞങ്ങളൊരു 9 പേരാണ് ഇവിടെ താമസിക്കുന്ന ഫ്ലാറ്റിൽ കേട്ടോ. വേറെ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അതും കൂടി എടുത്തോ. ജലീലിൻ്റെ വക പാഷൻ ഫ്രൂട്ട് ജ്യൂസ്, എന്തെല്ലാം സാധനങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്ന അറിയോ? നിങ്ങൾ ഞെട്ടും. 2 വട്ടം കയ്യിൽ എണ്ണ വീണ്, ഇനി വീഴാതിരിക്കാനേ. അതെന്താ രഞ്ജിത്തെ? ഉള്ള പ്രിൻ്ററെല്ലാം ചുമന്ന് വെച്ചൊക്ക ഒറ്റയ്ക്ക്, അതിൻ്റെ ക്ഷീണമായിരിക്കും. മൈ ഗാഡ്. ഇവിടെ ഇവർ പ്രണയിക്കുന്നതേ, ഇവർ വിട്ടു വരുന്നില്ല. ഇവരെ ഞാൻ ഇന്ന് വേർപെടുത്തും. അങ്ങനെ പ്രണയിക്കണ്ട. എല്ലാവരും പ്രത്യേക ശ്രദ്ധയ്ക്ക് യൂട്യൂബ് വഴി രാജ്യത്തേക്ക് നിങ്ങളെ പബ്ലിഷ് ചെയ്യും ഞാൻ. കോഴിക്കോടൻ നിഷാദ്. അല്ല കോഴിക്കോടല്ലല്ലോ, മലപ്പുറം, പെരിന്തൽമണ്ണ. അത് മലപ്പുറം, അത് മലപ്പുറം അല്ലേ? മലപ്പുറം ജില്ലയിലാണ്. എന്താടാ രഞ്ജിത്തെ, എന്താടാ? നീ ഇങ്ങ് വാ, നീ ക്യാമറയ്ക്കുള്ളിലേക്ക് വാ. അത് ഞങ്ങള് ഇന്നലെ എങ്ങാണ്ട് ഒരു ഷോർട്ടിലോ അല്ല കഴിഞ്ഞ വീഡിയോയിലോ ഉണ്ടായിരുന്നു. ഏതാ? റോക്കറ്റ് പോക്കൊക്കെ ഇപ്പോൾ തീർന്നിരിക്കുന്നു, ഇനി രാത്രിയിലൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇവിടുത്തെ യുദ്ധം പരിപാടിയൊക്കെ നിർത്തിയെന്നാണ് പറയുന്നത്. ഒരു പഴംപൊരിക്ക് ജീവൻ വെച്ചെന്ന് തോന്നുന്നു, അവൻ അതുവഴി ഇറങ്ങി ഓടിക്കളഞ്ഞടേ. ഇനി അവരെ പിടിച്ചുകൊണ്ട് പോകാം കേട്ടോ, ഇല്ലെങ്കിൽ എടുത്ത് ചാടിക്കളയും. അതെ ജീവനുണ്ട്. ഓക്കെ. കയ്യിൽ നിന്ന് വെള്ളം വീണിട്ടാ ഈ കിടന്ന് ഈ ശബ്ദം ഉണ്ടാക്കുന്ന എണ്ണ കേട്ടോ. എണ്ണയ്ക്ക് അടിയുള്ളതിൻ്റെ സമയം കഴിഞ്ഞു. ജ്യൂസ്
കുമ്മുട്ടിക്ക ജ്യൂസ്. മമ്മൂട്ടിക്കാക്ക് ഇഷ്ടപ്പെട്ട കുമ്മുട്ടിക്ക ജ്യൂസ് റെഡിയാക്കുകയാണ്. ഇതിൻ്റെ പേരെന്തോ? ഇതെന്ത് ജ്യൂസാ? ഇതിൻ്റെ എല്ലാം ടെസ്റ്റർ ഞാനാണ് കേട്ടോ. ഉണ്ണിക്കുട്ടന് വീഡിയോയിൽ വരുന്നത് താല്പര്യമില്ല. എന്നല്ല, ഞാൻ 4 മിനിറ്റാണ് കഴിഞ്ഞ വീഡിയോയിൽ കട്ട് ചെയ്യേണ്ടി വന്നത്. ഉണ്ണിക്കുട്ടന് താല്പര്യമില്ല. ഓ മൈ ഗാഡ്, ഈ എണ്ണ എന്താണ് ഇത്രയും ചൂട്? കുറച്ച് മൊരിയത്തില്ല, സമയമെടുക്കും. നമുക്ക് ഇത് സമയം പറയാ 6 മണിയായി അല്ലേ? ടെസ്റ്റ് ചെയ്യാം കേട്ടോ. മധുരം ഫസ്റ്റ് ഞാൻ പറഞ്ഞ ഇച്ചിരി കുറവുണ്ട്, എന്നാലും കുഴപ്പമില്ല. കഴിച്ചോ? കഴിച്ചോ. മധുരം കുറവാണോ? എന്താ മുട്ടെണ്ണ പഞ്ചസാര ഇടാൻ സമ്മതിച്ചില്ല. മതി, അത് മധുരം കാണുമെന്ന്. എന്നാലും കുഴപ്പമില്ലല്ലേ? കഴിച്ചോ. അപ്പോൾ എന്തോ ഇവിടൊക്കെ തന്നെ ഇതിലേ കൂടെ ഇന്നലെ പോയ കേട്ടോ. ഞാൻ അതിൻ്റെ 2 എണ്ണം ഇടാൻ പാടുണ്ടോയെന്ന് അറിയില്ല. അത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ മേളിൽ കൂടെ, ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ മേളിൽ കൂടെ ഒറ്റ പോകും, തൊട്ടടുത്തൂടെ. അത് 1 അല്ല 2 ഡ്രോ. ഞങ്ങളതിൻ്റെ സൈസ് കണ്ടു. ഒരാളിൻ്റെ വലിപ്പം ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് 10:30 അവിടെ മിസ്സൈല് അത് നേരെ പോയി ഇവിടെ വീണ്, നമ്മുടെ ദുബായ് എയർപോർട്ടിൽ. ഓ, രാവിലെ മിസൈൽ അടിച്ചു പൊട്ടിച്ചതാ. എടാ അതെവിടെ? ആ സൈഡല്ലേ? ഫ്രണ്ട് സൈഡിൽ. അതുപോലെ അതും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു മിസൈൽ അടിച്ച് പൊട്ടിച്ച് ഇവിടെ ആകാശത്ത് വെച്ച്, അതും താഴെ വെച്ച്. ഭയങ്കര ഒച്ച പുകയൊക്കെ നമ്മൾ കണ്ടു. പുകയെ കണ്ടുള്ളൂ, പുകയായിപ്പോയി അവൻ്റെ മിസൈൽ. പിന്നെ ഒരു കാര്യം ആരോടും പറയണ്ടത് കേട്ടോ. അത് ശരിയാ, ആരോടും പറയാൻ പാടില്ല എന്നാ പറയുന്നത്. ആരോടും പറയണ്ടേ? ഓക്കെ, പറഞ്ഞ പ്രശ്നമാണ്, പറഞ്ഞ വിഷയം ഉള്ള പോവേണ്ടി വരും. പറയല്ലേ ആരോടെ. പിന്നെ ഞങ്ങൾ 4 പേരും ഉണ്ട് കേട്ടോ. നമ്മൾ 4 പേരും, പിന്നെ നിങ്ങൾ മാത്രമേ അറിഞ്ഞുള്ളൂ. അതെ, യൂട്യൂബ് നമ്മൾ 4 പേര്, വേറെ ആരും അറിഞ്ഞില്ല. അവരാർക്കും അറിയത്തില്ല, പറയരുത്. വേറെ പറയരുത്. അപ്പൊ നമ്മള് ജെല്ലിയിലുണ്ടാക്കിയ 2 എണ്ണം. അപ്പൊ നമ്മള് ജെല്ലിയിലുണ്ടാക്കിയ ജ്യൂസ് ടേസ്റ്റ് ചെയ്തു, അതും കൊള്ളാം, പൊളിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ നോമ്പ് തുറ അടിപൊളിയായിരിക്കും. എൻ്റെ വയറ് അടിപൊളിയാവും. ഞാൻ ഇന്ന് നോമ്പ് തുറക്കും കേട്ടോ ഇവരുടെ കൂടെ. അവിടെ ചോറ് കൊടുക്കത് അത് കഴിഞ്ഞു. ഇന്ന് കൊടുത്തില്ലെന്ന് തോന്നില്ല. ഇത് 10-200 ആക്കുള്ള സാധനം കൊടുത്തിട്ടുണ്ട്. അവിടെ തൊട്ട് അത് ശരിയാ, ഇങ്ങോട്ട് ഉണ്ടായിരുന്നു. അവിടെ ഒന്നല്ല, നമ്മളെ മസാല പീടിയന്റെ മുമ്പേരല്ലേ. ആരാണ് അന്നത്താള പചറയാ? നമ്മളെ മിസൈൽ വേണ മൊബൈലിലെ വീഡിയോ ജസ്റ്റ് കാണിച്ചു കൊടുക്കേ. മിസൈൽ ഞാൻ അത് തന്നെ, ഞാൻ വീഡിയോ ഒരെണ്ണം എടുത്തു. എൻ്റെ ഒരു ഷോട്ട്, സ്ക്രീൻഷോട്ട് പോലൊരു സാധനം, അതായത് എടുത്തിട്ട് ഞാൻ ഇട്ട് കാണിക്കാം. വീഡിയോ ഒന്നും ഇടുന്നില്ലേ, വിഷയ സീന. ശരി, അത്ര അടുത്ത് നമ്മൾ കണ്ടതുപോലെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് മിന്നായം പോലെ ഒന്ന് കണ്ടോണേ. പോയ സമയത്ത് താഴെ വീണെങ്കിൽ ഇതിൽ പോയപ്പോഴേ ഒരുത്തം പറയണേ, അയ്യോ ഇവിടെയെങ്ങും വീഴല്ലേ, വയ്ക്കോ ഇവിടെയൊക്കെ വീഴല്ലേന്ന്. ഇതിലേ കൂടെ അല്ലേ പോയത്? അത് പറയാൻ മറന്നു. പുയ്യാപ്പിള പെണ്ണേട്ടാൻ നിൽക്കുകയാണ്. ഇവിടെ യുദ്ധം. അടുത്ത മാസം പെണ്ണ് കെട്ടണ്ടവനാ. ഏപ്രിൽ 25 നടക്കൂടാ, നീ വിഷമിക്കണ്ട. നിന്നെ ഞങ്ങൾ ഒന്നും നടന്നില്ലെങ്കിൽ പെണ്ണെന്താ ചോദിച്ചേ? അപ്പൊ നിങ്ങൾ വരൂലേ? കല്യാണം ഇവിടെ മറ്റേ ഓൺലൈനിലൂടെ നടത്താൻ. കല്യാണ പെണ്ണ് ചോദിച്ചോളാം. അതല്ല, അല്ലെ ഇനി ഫ്ലൈറ്റ് ഇല്ലെങ്കിൽ നമ്മള് ഡ്രോണ് അതിൽ കയറ്റി ഇരുത്തി നിന്നെ അങ്ങ് വിടും. അതെ, അതിന്റെ മുകളിൽ ഇരുത്തി ഇവനെ അങ്ങ് വിടും നമ്മള്. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഒന്ന് പിടിച്ചിറക്കിയേക്കണേ. പ്രശ്നം നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം, കല്യാണം കഴിക്കണ്ടേ. അപ്പോ ശരി, ബാക്കി നോമ്പ് തുറക്കുന്ന നമുക്ക് എടുക്കാം, അതും കൂടെ കാണിക്കാം. അയ്യോ ഞെങ്ങി ഇതോടാ, എടാ നിക്ക് പറയട്ടെ. അതിറക്കി. അതായത് ഞാൻ പറഞ്ഞ ഇവൻ ക്യാമറ വീഡിയോ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞ് ക്യാമറമാനായിട്ട് നീ വേണമെന്ന് പറഞ്ഞു. നിനക്ക് മാസം നിനക്ക് 50,000 രൂപ ശമ്പളം എന്ന് കരുതണം. അതാണ് എൻ്റെ പുതിയ ക്യാമറമാൻ. നമുക്ക് പിന്നെ ഒരു മാസം 50,000 രൂപ കൊടുക്കാം അല്ലേ എന്ന് കരുതിക്കൊണ്ട് ഒരു ചായയും ഒരു കടിയും, അല്ലാതെ ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോമ്പ് തുറപ്പിനാണ്. നോമ്പ് തുറക്കുന്നത്
100 വെറുതെ കൊടുക്ക അപ്പോൾ നോമ്പ് തുറക്കുന്ന ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ നോമ്പ് തുറക്കുന്നത്. ഇരിക്കൂ പിന്നെ ഇവിടെ ഇരിക്കൂ. രഞ്ജിത്ത് എന്ത് ചെയ്യും? ഇന്നത്തെ നോമ്പ് തുറ ഞാനും നോമ്പ് തുറക്കട്ടെ. ഓഹോ സുഭാഷ്, പിന്നെ കാണാം. ആർക്കാ നിക്കില്ല, കാലൊക്കെ വിറയ്ക്കുന്നല്ലോടാ എനിക്ക്. ജ്യൂസ് അത് വെള്ളം ഒഴിക്കുക, ഇവിടെ കാലിരുന്ന് വിറയ്ക്കുന്നു ഈ വിറയില്. അതെന്താടാ അത്? ഞാൻ ഒഴിച്ചുതരാം. അങ്ങനെയാണോ? കസ്കസ് ഇടുക. ആട്ടാൻ്റെ കസ്കസ് ഇടല്ലേ. സ്പൂണിന് അളന്നൊഴിച്ച് കുടിക്കേ. ഉയ്യോ. അപ്പോൾ അങ്ങനെ നോമ്പൂറ കഴിഞ്ഞു. നമ്മൾ വന്ന് ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ നല്ല വ്യൂ ആയി ഇവിടെ കാണിച്ചു തരാം. കണ്ടില്ലേ ഈ ഒരു സമയത്ത്? എന്തൊരു നല്ല ലൈറ്റ്, നല്ല ലൈറ്റ് കേട്ടോ. ഈ വെളിയിലത്തെ ലൈറ്റ് പോയല്ലോ ശരിക്കും, പക്ഷേ ഇത് കറക്റ്റ് വെളിച്ചാണല്ലേ. ഇത് ക്യാമറയ്ക്ക് ഈ എന്ത് പറയുന്നത് നൈറ്റ് എടുക്കാനുള്ള കഴിവിച്ച് കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടായിരിക്കും. ആക്ച്വലി ലൈറ്റ് കുറവാണ്, പക്ഷെ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അറിയാം അതിനൊരു ഭംഗിയുണ്ടോയെന്ന് ആ വട്ടം. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാം കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ എൻ്റെ സുഹൃത്തുക്കളെല്ലാവരെയും കണ്ടല്ലോ ഇവിടെ ഉള്ള എല്ലാവരെയും കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് പറയണം കേട്ടോ, വ്യക്തമായി പറയണേ. പിന്നെ വാഷിംഗ് മെഷീൻ എൻ്റെ ചന്തി തട്ടി ഓണായിട്ടുണ്ട്. അയ്യോ സോറി, എൻ്റെ കാല് തട്ടി ഓണായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ദിവസം കാണാം. ബൈ ബൈ. ബൈ ബൈയോട് സന്ധിക്കും വരെ വണക്കം. ഓക്കെ.